എന്നോടൊരു തിരുമേനി പങ്കുവച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൂജ നടത്തുന്ന സമയത്ത് ആ ഒരു വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ ചില സമയത്ത് അമ്മ നല്ല പ്രസന്നവതിയായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഗ്രാമത്തിൽ ഐശ്വര്യങ്ങൾ വരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആ അമ്മയുടെ മുഖത്ത് പ്രസന്നഭാവം. എന്നാൽ ചില സമയത്ത് അമ്മമാർ ഒരു സങ്കടാവസ്ഥയിൽ കാണും. അപ്പോൾ മനസ്സിലാക്കിക്കോണം ആ ഒരു ഗ്രാമത്തിൽ എന്തോ ദുരിതം വരാൻ പോകുന്നു. ഇദ്ദേഹം കാളിന്ന് അവിടെ തൂത്തു വൃത്തിയാക്കുന്ന ആ സ്ത്രീയെ വിളിച്ചതെങ്കിൽ ആ സ്ത്രീയല്ല ചൂട്ടുകെട്ടിയുമായി വന്നത്. കാളിന്ന് വിളിച്ചപ്പോൾ സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ് സ്ത്രീ രൂപത്തിൽ വന്ന് ഈ ചൂട്ടുകെട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ജ്യോത്സ്യൻ പറയുകയാണ്, അങ്ങ് വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങയുടെ പിന്നിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു, അത് 2 അമ്മമാരാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ശരീരം വല്ലാതാവില്ലേ. ഒരേ വലിപ്പമുള്ള ഒരേ നീളമുള്ള 2 പനകൾ ഈ ശ്രീകോവിലിന് മുന്നിലുണ്ട്. നടയടച്ച് പൂജകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദേവിമാരും ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും. നേരെ ചെല്ലുന്നത് ഈ 2 വലിയ പനമരത്തിന് മുകളിലേക്കാണ്. ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന്, നക്ഷത്രത്തിൻ്റെ മണ്ണിൽ നിന്ന് സങ്കടം പറയാം. ആ സങ്കടം 2 അമ്മമാരും ആ പനമരത്തിന് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. എന്തല്ലേ, ഏത് സമയത്തും നമുക്ക് അവിടെ ചെന്ന് സങ്കടം പറയാം. ആ സങ്കടം ആ അമ്മമാർ കേൾക്കുന്നു എന്നുള്ളതാണ്, ആ പനയുടെ മുകളിലിരുന്ന് കേൾക്കുന്നു എന്നുള്ളതാണ്. പറയുമ്പോൾ തന്നെ നമുക്കൊരു ഏതാണ്ട് കൂട്ടല്ലേ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു അത്ഭുത അവിശ്വസനീയ സംഭവ കഥയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയട്ടെ, ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില അവിശ്വസനീയ സംഭവ കഥകളൊക്കെ ഉണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ഉദ്ദേശം. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അവിടുത്തെ അത്ഭുത സംഭവങ്ങളെക്കുറിച്ചാണ്. ക്ഷേത്രം ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. നമുക്കറിയാം, ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞിട്ടും നമ്മൾ യാത്ര പോകുന്ന വഴിയിൽ അമ്പലത്തിനടുത്തെത്തുമ്പോൾ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ചിന്തയുണ്ട്, ശ്രീകോവിൽ അടഞ്ഞല്ലോ, ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, ഇപ്പോൾ ആ ദേവൻ അല്ലെങ്കിൽ ദേവി നിദ്രയിലായിരിക്കും, അല്ലെങ്കിൽ ധ്യാനത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് ഉള്ളിലുണ്ടെങ്കിൽ പോലും നമ്മളവിടെ തൊഴുത് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിനിടയ്ക്ക് പറയട്ടെ, ഞാൻ പറയാൻ പോകുന്ന ക്ഷേത്രത്തിൽ 2 ദേവിമാർ നാലമ്പലത്തിനുള്ളിൽ 2 ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഒന്ന് ദുർഗാദേവി, 2 ഭദ്രകാളി. ഭദ്രകാളിയും ദുർഗാദേവിയും ഒന്നിച്ചുള്ള ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അവിടുത്തെ ഒരു ശക്തി ചൈതന്യത്തെപ്പറ്റി. ഇനി പറയാം. ഈ 2 ശ്രീകോവിലും, അതായത് രാവിലെ പൂജകളൊക്കെ കഴിഞ്ഞ് ഒരു 10-10 ആകുമ്പോഴത്തേക്കാണല്ലോ അടയ്ക്കുന്നത്. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഈ 2 ദേവിമാരും ശ്രീകോവിലിനുള്ളിൽ നിന്ന്, ഈ ശ്രീകോവിലിൻ്റെ സമീപമായിട്ട് 2 വലിയ പനകളുണ്ട്. ഈ പനമരം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ ക്ഷേത്രം തന്നെ 1000 വർഷം പഴക്കമാണ്. ഈ പനമരത്തിന് അതിലും പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരേ വലിപ്പമുള്ള ഒരേ നീളമുള്ള 2 പനകൾ ഈ ശ്രീകോവിലിന് മുന്നിലുണ്ട്. ഈ ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ ഈ 2 ദേവിമാരും, ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് വനദുർഗയാണ്. ശ്രീകോവിലിൻ്റെ മുകളിലൊന്നും അടച്ചിട്ടില്ല. കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട് കുടികൊള്ളുന്ന ദേവിയാണ് വനദുർഗ, നമുക്കറിയാം. ആ വനദുർഗയാണ് ഒന്ന് ഭദ്രകാളിയാണ്. ഈ 2 ദേവിമാരും നടയടച്ച് പൂജകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദേവിമാരും ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും. നേരെ ചെല്ലുന്നത് ഈ 2 വലിയ പനമരത്തിന് മുകളിലേക്കാണ്. പിന്നീട് വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാത്രിയിൽ അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പുലർച്ചെ നട തുറക്കുന്ന സമയം വരെ ഈ 2 പനകൾക്ക് മുകളിലാണ് ഈ അമ്മമാർ വിശ്രമിക്കുന്നത് അത്രേ. എന്തിനായിരിക്കാം ഈ അമ്മമാർ ഈ ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി പനമരത്തിനുള്ളിൽ അങ്ങനെ ഇരിക്കുന്നത്? അതായത് മനസ്സിലാക്കുന്നത്, ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏത് സമയത്തും ആ ക്ഷേത്രത്തിൽ വന്ന്, അതായത് ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന്, നക്ഷത്രത്തിൻ്റെ മണ്ണിൽ നിന്ന് സങ്കടം പറയാം. ആ സങ്കടം 2 അമ്മമാരും ആ പനമരത്തിന് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. എന്തല്ലേ, ഒരു വലിയ പ്രത്യേകത തന്നെയല്ലേ അത്. ഏത് സമയത്തും നമുക്ക് അവിടെ ചെന്ന് സങ്കടം പറയാം. ആ സങ്കടം ആ അമ്മമാർ കേൾക്കുന്നു എന്നുള്ളതാണ്, ആ പനയുടെ മുകളിലിരുന്ന് കേൾക്കുന്നു എന്നുള്ളതാണ്. പറയുമ്പോൾ തന്നെ നമുക്കൊരു ഏതാണ്ട് കൂട്ടല്ലേ. സംഭവം സത്യമാണ്. ഇതവിടെ പൂജിച്ച തിരുമേനിമാർക്കുണ്ടായ ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം പറയുന്നത്. അതായത് ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ ഈ 2 ചൈതന്യങ്ങളും
ആ പനയ്ക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് അവിടുത്തെ തിരുമേനിമാർക്കുണ്ടായ ചില എന്താ പറയുക ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ശ്രീകോവിൽ അടച്ചിട്ട് ഈ പനയുടെ ചുവട്ടിലേക്ക് ഈ തിരുമേനിമാരെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അവർക്കറിയാം ഒരു പ്രത്യേക അവസ്ഥ. അതിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത് ശ്രീകോവിലിരിക്കുന്ന 2 ചൈതന്യങ്ങളും ഈ പനയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമായിരിക്കും ഇത്. തീർന്നില്ല. ഈ ക്ഷേത്രത്തിലെ 2 ദേവിമാരെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന, നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു ക്ഷേത്രമാണിത്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. അവിടെ വന്ന് നിങ്ങൾ മനംനൊന്ത് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അത് നട തുറന്നിരിക്കുമ്പോഴാകട്ടെ നട അടച്ചിരിക്കുമ്പോഴാകട്ടെ നിങ്ങൾ മനംനൊന്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം ഈ 2 അമ്മമാരും നിങ്ങളെ മക്കളെപ്പോലെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ സങ്കടം മാറ്റിക്കളയും. അതാണ് ഈ 2 ദേവിമാരുടെയും പ്രത്യേകത. തീർന്നില്ല കേട്ടോ. ഇവിടുത്തെ അമ്മമാരുടെ അത്ഭുതങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട്, പറയാം. ഈ അമ്മമാർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട കഥകൾ വരെ ഉണ്ട് കേട്ടോ. ഇത് കഥകളല്ല, ഐതിഹ്യമല്ല, സംഭവമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പകർന്നു നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരാം. ഏകദേശം 19 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണെന്നാണ് പറഞ്ഞത്. കഥയല്ല, നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ പിൻഗാമികളൊക്കെ ഈ ക്ഷേത്രത്തിനോടടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട്. ഒരു കാരണവർ, കാലത്ത് അറിയാമല്ലോ, ഇന്നത്തെ കൂട്ടുകൾ ലൈറ്റൊന്നുമില്ല. അദ്ദേഹം യാത്ര പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ ദേവിമാരുടെ ഒരു വലിയ ഭക്തനാണ്. അമ്മമാരെ അതുപോലെ ജീവനെ പോലെ കാണുന്നൊരു ഭക്തനാണ്. അദ്ദേഹം നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഈ ക്ഷേത്രത്തിനടുത്തേക്കൊന്ന് വന്നത് മറ്റൊന്നുമല്ല, ആ ക്ഷേത്രത്തിൽ അക്കാലത്ത് അവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നൊരു ചൂട്ടുകറ്റ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ ഒരു സ്ത്രീയുടെ പേര് കാളി എന്നാണ്. അപ്പോൾ ഈ വന്ന ആ കാരണവർ അദ്ദേഹം കാളി എന്ന് വിളിച്ചു. തനിക്കൊരു ചൂട്ടുകറ്റ തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ മറുപടിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ വിളക്കിൻ്റെ ചെറിയ ചെറിയ വെട്ടങ്ങളേ ഉള്ളൂ. അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ഉറക്കെ വിളിച്ചു, കാളി എന്ന് വിളിച്ചു. അപ്പോൾ ഒരു സ്ത്രീ നടന്നു വന്നു. ഇരുട്ടായതുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം ഇദ്ദേഹത്തിന് വ്യക്തമായില്ല. ആ സ്ത്രീ നടന്നു വന്നത് ഒരു ചൂട്ടുകറ്റയും കൊണ്ടാണ്. ആ ചൂട്ടുകറ്റ കാരണവർക്ക് കൊടുത്തു. അദ്ദേഹം ആ ചൂട്ടുമായിട്ട് ആ വെളിച്ചത്തിൽ വീട്ടിലേക്ക് നടന്നു. ഇദ്ദേഹം നടന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ 2 സ്ത്രീകളും ഒപ്പമുണ്ട്. എന്നാൽ ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല എങ്കിൽ കൂടി എന്തോ ഒരു വല്ലായ്മ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ ശരീരമാസകലം ഈ ഭയം കൊണ്ട് അസ്വസ്ഥനായി, പനിയൊക്കെ പിടിച്ചൊരു വല്ലാത്തൊരവസ്ഥയായി. നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം ആ ജ്യോത്സ്യനോട് കാര്യങ്ങൾ പറഞ്ഞു. ജ്യോത്സ്യൻ പ്രശ്നം വെച്ച് നോക്കി. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് കേട്ടതോടെ ആ കാരണവരും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നടങ്ങഞ്ഞെത്തി. അവരുടെ ശരീരമാസകലം എന്തോ വല്ലാതൊക്കെയായി. സംഭവം, ഇദ്ദേഹം കാളിയെന്ന് അവിടെ തൂത്തു വൃത്തിയാക്കുന്ന ആ സ്ത്രീയെ വിളിച്ചതെങ്കിൽ ആ സ്ത്രീയല്ല ചൂട്ടുകെട്ടിയുമായി വന്നത്. കാളിയെന്ന് വിളിച്ചപ്പോൾ സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ് സ്ത്രീ രൂപത്തിൽ വന്ന് ഈ ചൂട്ടുകെട്ട കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ജ്യോത്സ്യൻ പറയുകയാണ്, അങ്ങ് വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങയുടെ പിന്നിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. അത് 2 അമ്മമാരാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ശരീരം വല്ലാതാവില്ലേ. എന്തായാലും ജ്യോത്സ്യൻ പറഞ്ഞു പ്രായശ്ചിത്തം ചെയ്യണം, കാരണം ദേവിമാരെ അങ്ങ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം മനസ്സിലാക്കുന്നത് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏതാണ്ട് 3-4 ഏക്കർ സ്ഥലം ആ കുടുംബക്കാർ മാറ്റിയിട്ടു എന്നുള്ളതാണ്. അതായത് അവിടെ ഈ കുടുംബക്കാർ വീട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മ എഴുന്നള്ളി വരുമ്പോൾ അവിടെ അങ്ങനെയുള്ള ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കാനായിട്ടായിരിക്കാം അത് മാറ്റിവെച്ചു എന്നാണ് എന്നോട് ഈ വിവരം പങ്കുവെച്ച ആൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കാരണവരുടെ കുടുംബത്ത് ഞാൻ പറഞ്ഞില്ല, കാരണവർ ഭയങ്കര ഭക്തനാണ് ഈ അമ്മമാരുടെ. കായംകുളം കൊച്ചുണ്ണിയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും പറയുന്നുണ്ട്. ഈ കായംകുളം കൊച്ചുണ്ണി ഒരിക്കൽ മോഷണത്തിനായിട്ട് വന്നത് ഈ ഒരു കാരണവരുടെ കുടുംബത്തിലാണ്. മേൽക്കൂരയൊക്കെ പൊളിച്ച് ഈ കായംകുളം കൊച്ചു അകത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ 2 അമ്മൂമ്മമാരിരുന്ന് നാമം ചൊല്ലുന്നു. ഇവരുടെ നാമം ചൊല്ലൽ തീർന്നിട്ട് അവർ ഉറങ്ങുമ്പോൾ ഇറങ്ങാമെന്നുള്ള ധാരണയിൽ കായംകുളം കൊച്ചുണ്ണി മണിക്കൂറുകളോളം അവിടെ ഇരുന്നു. പക്ഷേ കായംകുളം കൊച്ചുണ്ണി മാറുന്ന സ്ഥലങ്ങളിലെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ 2 വലിയ മൂവാരിരുന്ന നാമം ചൊല്ലുന്നതാണ് കണ്ടത്.
അദ്ദേഹം ഭയന്ന് മോഷണത്തിൽ നിന്ന് പിന്മാറിപ്പോയെന്നൊക്കെയുള്ളൊരു കഥയും പറയുന്നുണ്ട്. എന്തായാലും ആ ക്ഷേത്രത്തിലെ 2 അമ്മമാരും ഭക്തരെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്ത തിരുമേനിമാർ പറഞ്ഞുള്ള അറിവാണ്, അവിടുത്തെ പ്രതിഷ്ഠകൾക്കും ഈ തിരുമേനിമാരാണല്ലോ അടുത്ത് നിന്ന് പൂജിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹങ്ങൾ കാണാൻ പറ്റുന്ന തിരുമേനിമാർക്കാണ്. എന്നോടൊരു തിരുമേനി പങ്കുവച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൂജ നടത്തുന്ന സമയത്ത് ആ ഒരു വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ ചില സമയത്ത് അമ്മ നല്ല പ്രസന്നവതിയായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഗ്രാമത്തിൽ ഐശ്വര്യങ്ങൾ വരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആ അമ്മയുടെ മുഖത്ത് പ്രസന്നഭാവം. എന്നാൽ ചില സമയത്ത് അമ്മമാർ ഒരു സങ്കടാവസ്ഥയിൽ കാണും. അപ്പോൾ മനസ്സിലാക്കിക്കോണം ആ ഒരു ഗ്രാമത്തിൽ എന്തോ ദുരിതം വരാൻ പോകുന്നു. ഇതൊക്കെ പിന്നീട് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ തിരുമേനി ഇത് മനസ്സിലാക്കിയത്. അതായത് ഇങ്ങനെ കാണുമ്പോഴാണ് ഇപ്പോൾ ഒരു വിഷമത്തിൽ അമ്മമാരെ കാണുമ്പോൾ ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വിഷമാവസ്ഥ വരുന്നു, സന്തോഷത്തിൽ കാണുമ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ ഗ്രാമത്തിൽ നടക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു വലിയ കൗതുക കാഴ്ച, അല്ലെങ്കിൽ ഒരു അവിശ്വസനീയ സംഭവം എന്നൊക്കെ പറയാം. എന്തായാലും അമ്മമാരുടെ കഥകൾ അങ്ങനെ തീരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് പേരെ മാത്രമാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എത്ര അനുഭവങ്ങൾ പുറത്ത് ഉണ്ടായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ പറയുന്നത് ക്ഷേത്രത്തിനടുത്ത് വലിയ കെട്ടിടങ്ങൾ, 2 നില കെട്ടിടങ്ങൾ പോലെ പണിയാൻ പാടില്ല എന്നും ചിലരുടെ വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് ഒരു വ്യക്തി 2 നില കെട്ടിടം, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, 2 നില കെട്ടിടം പണിഞ്ഞു. പക്ഷേ ആ കെട്ടിടം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞൊരു തിരുമേനി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ തിരുമേനിയോട് അദ്ദേഹം പറഞ്ഞത്, അവിടെ എന്തെങ്കിലും പണി തുടങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, അസുഖങ്ങളുണ്ടാകുന്നു, അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. ഇത് പലപ്പോഴായപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഭയമായി. അദ്ദേഹം ആ കെട്ടിപ്പൊക്കിയ വീട് ഇടിച്ച് നിരത്തി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു അവിശ്വസനീയ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പനയ്ക്ക് മുകളിൽ അമ്മമാർ വന്നിരിക്കുമെന്ന് പറഞ്ഞില്ലേ, ഏതാണ്ട് 1 മണി 2 മണിയാകുമ്പോൾ ഈ 2 അമ്മമാരും ഈ മൂലസ്ഥാനമുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഹൈവേ ആണ്, ഹൈവേക്ക് അപ്പുറത്താണ് മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ അമ്മമാർ ആദ്യം വന്നിരുന്ന ഒരു സ്ഥലം, അമ്മമാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അവിടേക്ക് ഒരു വരുത്തുപോക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ സമയത്ത് പണ്ടുകാലത്തൊക്കെ അമ്പലത്തിൻ്റെ അവിടെ ആൾക്കാർ കിടക്കുമായിരുന്നു. ഇവർക്കൊക്കെ ഭയപ്പെടുത്തുന്ന പോലത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭയങ്കര കാറ്റ് വീശുക, ചിലങ്കയുടെ സൗണ്ട് കേൾക്കുക, ഒരു വല്ലാത്ത ഭീകരാവസ്ഥയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അങ്ങനെ തന്നെ അവരൊക്കെ ഭയന്ന് അവിടെ നിന്ന് മാറുമെന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കുന്നത് അമ്മമാരുടെ ആ പോക്കുവരവ് സമയത്ത് ആ ഒരു യാത്രയിൽ വേറൊരു തടസ്സങ്ങൾ ഉണ്ടാവരുതെന്ന് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് പൂജിച്ചുകൊണ്ടിരുന്ന തിരുമേനി മറ്റൊരു കാര്യം പറഞ്ഞത്, ജീവത എടുക്കുന്ന സമയത്ത് ചില പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ജീവതയ്ക്ക് വെയിറ്റ് കൂടുന്നു. അത് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂലസ്ഥാനത്താണെങ്കിലും അമ്മമാരുടെ പ്രിയപ്പെട്ട വയലുകളും അമ്മമാരുടെ അനിയത്തിയെന്ന് സങ്കല്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അനിയത്തി ക്ഷേത്രത്തിലെത്തുമ്പോൾ, അതുപോലെ ചില വീടുകളിലെത്തുമ്പോൾ, അതായത് അമ്മമാർക്ക് കൂടുതൽ പ്രിയപ്പെട്ട ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ശക്തി ചൈതന്യം വർദ്ധിച്ചിട്ട് ജീവതയ്ക്ക് ഭാരം കൂടുമെന്നും പറയുന്നുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും ഒരു അത്ഭുത ക്ഷേത്രമാണെന്ന് വേണം ഈ ഒരു ക്ഷേത്രത്തെ പറയാൻ. ഇനി ക്ഷേത്രം ഏതാണെന്ന് പറയാം. 1000 വർഷം പഴക്കമുള്ള കായംകുളം രാജാവിൻ്റെ ഉപാസന മൂർത്തികളായിട്ടുള്ള ദുർഗാദേവിയും ഭദ്രാദേവിയും കുടികൊള്ളുന്ന, കായംകുളം രാജാവിൻ്റെ ഉപാസനമൂർത്തി ദുർഗാദേവി മാത്രമായിരുന്നെന്നും പിന്നീട് ഭദ്രകാളിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്നും ചില കഥകളുമുണ്ട്. എന്തായാലും ഈ ഭദ്രകാളിയും ദുർഗാദേവിയും സർവ്വ ഐശ്വര്യങ്ങളും ഗ്രാമത്തിന് നൽകി കുടികൊള്ളുന്നത് ആ ഒരു ക്ഷേത്രമാണ് ഓച്ചിറ വലിയകുളങ്ങര ദേവീക്ഷേത്രം. 1000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ജീർണതകളുണ്ടായി. അതുകൊണ്ട് തന്നെ 2 കരക്കാർ, NSS ആണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നോക്കുന്നത്. 2 കരക്കാരാണ്, വടക്കേക്കര തെക്കേക്കര എന്ന് പറഞ്ഞിട്ട്. ഈ 2 കരക്കാരോടെ ചേർന്നാണ് ഇപ്പം ക്ഷേത്രം നോക്കുന്നത്. എന്തായാലും അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഭീമമായ തുക തന്നെ വേണ്ടി വന്നു ക്ഷേത്രം പുനർനിർമ്മിക്കാനായിട്ട്. ശ്രീകോവിലും എല്ലാം പുനർനിർമ്മിച്ചു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ദിവസം മുതൽ അവിടെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും മറ്റ് പൂജകളും കർമ്മങ്ങളും ഒക്കെ തുടങ്ങുകയാണ്. ഈ വീഡിയോ കാണുന്ന, ഈ കഥ കേട്ടിട്ടുള്ള നിങ്ങൾ എല്ലാവരും ആ ക്ഷേത്രത്തിലേക്ക് വരിക. നിങ്ങളുടെ സങ്കടം മനസ്സ് തുറന്ന് പറയുക. അത് ശ്രീകോവിൽ അടഞ്ഞെന്ന് കരുതിയിട്ടും നിങ്ങൾ സങ്കടപ്പെടേണ്ട. ആ പനയ്ക്ക് മുകളിൽ 2 ചൈതന്യങ്ങളും നിങ്ങൾക്കായിട്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട്, നിങ്ങളുടെ സങ്കടം മാറ്റാനായിട്ട് അവിടെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ആ ക്ഷേത്രത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും
മണിയപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അവിടുന്ന് ഒരു വസ്തുവകകൾ പോലും ആരും എടുത്തുകൊണ്ട് പോകാനും പോലും അമ്മമാർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ എടുത്തുകൊണ്ട് പോയ ചിലരൊക്കെ ഒരു അശരീരി പോലെ എന്തൊക്കെയോ കേൾക്കുന്നു, കൊടുക്കുക അവർ ഭയന്ന് അതുകൊണ്ട് തിരിച്ചു വെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മമാരറിഞ്ഞ് എല്ലാവർക്കും തരും. അമ്മമാരുടെ അനുവാദമില്ലാതെ ഒരു മൺതരി പോലും അവിടുന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല. എടുത്താൽ പിന്നെ 2 ദേവിമാരുടെ കോപത്തിന് അവർ പറയണ്ടല്ലോ. എന്തായാലും സർവ്വ ഐശ്വര്യങ്ങളും നൽകി 2 അമ്മമാർ അങ്ങനെ വലിയകുളങ്ങരക്കരയിൽ കുടികൊള്ളുകയാണ്. എല്ലാവരും വരിക, അമ്മമാരെ തൊഴുക. നിങ്ങളെ അമ്മമാർ ചേർത്ത് പിടിക്കും, അതിൽ സംശയം വേണ്ട. നിങ്ങൾ മനംനൊന്തൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. 2 അമ്മമാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അത്ഭുത അവിശ്വസനീയ സംഭവകഥ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കൊണ്ടുവെത്താം. നന്ദി, നമസ്കാരം.